സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്ക് വേഗത്തിൽ ബൈബിൾ തുറന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എടുത്തിട്ട് നമുക്ക് വായിക്കാം. പെട്ടെന്ന് ബൈബിൾ എടുക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ദിനവും വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. വിശുദ്ധ പുസ്തകം, വിശുദ്ധ പുസ്തകം, എവിടെ നിന്ന് വായിച്ചാലും സഹായം ലഭിക്കും. കഷ്ടങ്ങൾ വന്നാലും ദുഃഖമേറിയെന്നാലും മറന്നിടാതെ വായിക്കൂ വിശുദ്ധ പുസ്തകം. എപ്പോഴാണ് വായിക്കേണ്ടത്? കഷ്ടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതു സമയത്തും. ബൈബിളിനെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അവർ നിങ്ങളുടെ കൈകളിൽ ആ വേദപുസ്തകം എടുത്തിട്ട് മുകളിലേക്ക് ഉയർത്തുക. വക്രതയുള്ള ജനത്തിന്റെ മധ്യേ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ബൈബിളുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിളുകളുള്ള മുഖങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിളില്ലാത്ത മുഖങ്ങൾ പ്രകാശമില്ലാതിരിക്കുന്നു. അർജന്റായിട്ട് എല്ലാവരും ബൈബിൾ വായിക്കണം. വീട്ടിൽ എല്ലാവർക്കും ബൈബിൾ വേണം. നിങ്ങളുടെ കൊച്ചുമകനും ഒരു ബൈബിൾ വേണം. നിങ്ങളുടെ വല്യമ്മയ്ക്കും ഒരു ബൈബിൾ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോടൊപ്പം ചേർന്ന് ഈ കാര്യം പറയൂ. എൻ്റെ യേശു എനിക്കെഴുതിയ പ്രേമലേഖനം, എൻ്റെ ബൈബിൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ നിങ്ങളുടെ ബൈബിൾ എടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഒരു ഉമ്മ കൊടുക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കൂ. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതുപോലെ 7-ാം അധ്യായം 53 നമുക്ക് വായിക്കാം. അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ യേശു ക്രിസ്തു ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. നമ്മുടെ ഭാഷയിൽ രാവിലെ തന്നെ. അതികാലത്ത് ദൈവത്തിന്റെ വചനം കേട്ടാൽ എത്ര നല്ലതാണെന്ന് അറിയാമോ? എന്നാൽ ഇപ്പോഴുള്ള കാലത്ത് വൈകുന്നേരം മീറ്റിംഗ് ആരാണ് വെച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ അതിരാവിലെ മീറ്റിംഗ് ക്രമീകരിച്ചാൽ നമുക്ക് വളരെ അനുഗ്രഹമാണ്. യേശുക്രിസ്തുവിന്റെ കാലത്ത് വചനത്തിനു വേണ്ടി അത്രയും ദാഹമായിരുന്നു. 3 ദിവസം കൂട്ടായ്മയാണെങ്കിൽ 3 ദിവസവും രാത്രിയും പകലും അവരവിടെ താമസിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ അവർ ഇരിക്കുമായിരുന്നു. വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, എല്ലാം മറന്നുപോകുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞവർക്ക് ഭക്ഷണം കൊടുത്ത് അയച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ കാലത്ത് അത് സാധ്യമല്ല. എന്നാൽ ഈ കാലത്ത് കഴിയുന്ന വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അറിവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ 3 ദിവസം ആവശ്യമില്ല. 3 മണിക്കൂറുകൾ മതി. 3 നിമിഷങ്ങൾ മതി. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ 3 വചനങ്ങൾ മതി. നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റും. നിങ്ങളെ പ്രകാശിപ്പിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് സൗഖ്യം നൽകും. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം എത്ര ഭക്ഷിച്ചാലും എത്ര പാനം ചെയ്താലും വിശപ്പടങ്ങുകയില്ല. അത് വീണ്ടും അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. വചനത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ, ബോറടിക്കുന്നുണ്ടെങ്കിൽ, മുഷി ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശരിയായതല്ല എന്നാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മെ പരീക്ഷിക്കുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഒരു നല്ല കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരുടെ നടുവിൽ നിർത്തിയിട്ട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞിട്ട് കൊല്ലണം എന്ന് ന്യായപ്രമാണം പറയുന്നുവല്ലോ. എന്നാൽ ഇവളെക്കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് അവനോട് ചോദിച്ചു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നിർത്തി. ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു.
ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞിട്ട് കൊല്ലണം എന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നു. നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിൽ എന്താണ് പറയുന്നതെന്ന് നന്നായിട്ടറിയാമോ പരീശന്മാർക്ക്? മോശയുടെ ന്യായപ്രമാണം എന്ത് പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ അത്? ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22 ഒരു പ്രാവശ്യം വായിക്കൂ. മോശയുടെ ന്യായപ്രമാണം എന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒരു പുരുഷൻ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ ഇരുവരും, അതായത് ആ സ്ത്രീയോടുകൂടി ശയിച്ച പുരുഷനും ആ സ്ത്രീയും മരണശിക്ഷ വരിക്കണം. വ്യഭിചാരം ചെയ്യുന്ന സമയത്ത് പിടിക്കപ്പെടുകയാണെങ്കിൽ ആരെയാണ് പിടിക്കേണ്ടത്? പുരുഷനെയാണോ സ്ത്രീയെയാണോ? രണ്ടുപേരെയും. ഈ മഹാന്മാർ ആരെയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പിന്നെ അവനെന്തിയേ? അവനെവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ. നമ്മുടെ ഭാരതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുരുഷന്മാർ എത്ര തെറ്റ് ചെയ്താലും അതൊന്നും തെറ്റല്ല, സ്ത്രീകൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റെന്ന്. ഇവിടെ കല്യാണം കഴിച്ചൊരു സ്ത്രീ പറയുന്നു, സഹോദരി, എൻ്റെ ഭർത്താവ് എല്ലാവരോടൊപ്പം നടക്കുകയാണ്. വഴിയെ കൂടെ പോകുന്ന സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നു, വേശ്യയുടെ അടുക്കളയിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഞാൻ കുടുംബജീവിതം നയിക്കേണ്ടത്? പറയൂ. നീ മിണ്ടാതിരിക്കുക, നീ ഒന്നും പറയണ്ട. പുരുഷന്മാരില്ലേ, അവർ അങ്ങനെയൊക്കെ പോയെന്നിരിക്കും. നീ നിന്റെ കാര്യം നോക്ക്. അതെന്താണ്? ആണുങ്ങളായപ്പിനെ തോന്നിയ പോലെ എന്തും ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത്? ഇതെന്താണ്? ബൈബിളിൽ എവിടെ പറയുന്നു? പുരുഷൻ ചെയ്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്, സ്ത്രീ ചെയ്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്. ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വിവരമുണ്ടോ? ന്യായപ്രമാണം അറിയാമെന്ന് പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞിട്ട് കൊന്നുകളയണമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പുരുഷനെ വിട്ടിട്ട് സ്ത്രീയെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനിലെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ന്യായപ്രമാണം പറയുന്നു. നീ എന്ത് പറയുന്നു? പറയൂ. കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി ഇസ്രായേലിയർക്ക് അധികാരമുണ്ടായിരിക്കുമ്പോൾ ആ കാലത്ത് ഇവർ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാണായിരിക്കുന്നത്. റോമൻ ഭരണത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ റോമൻ നിയമത്തിന്റെ കീഴിൽ ആയിരിക്കണം. കൊല്ലുന്നതിനു വേണ്ടി എബ്രായർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അവരുടെ ന്യായപ്രമാണ പ്രകാരം കൊല്ലുവാനുള്ള അധികാരമില്ല. കൊല്ലുവാനുള്ള അധികാരം റോമാ സാമ്രാജ്യത്തിനാണ് ഉള്ളത്. ഒരു വേള യേശു കൊല്ലുവാൻ പറഞ്ഞാൽ യേശുവിൻ്റെ നേരെ കുറ്റം വിധിച്ചിട്ട് രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ്, പരീശന്മാരുടെ രീതി എന്താണെന്ന് വെച്ചാൽ കൊതുകിനെ തല്ലിക്കൊല്ലുകയും ആനയെ വെറുതെ വിടുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളിൽ അവർ വളരെ ഗൗരവം കൊടുക്കും, വലിയ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവർ വളരെ ഒരുക്കത്തോടെയായിരിക്കുന്നു, തങ്ങളുടെ കുറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നതുമില്ല. അങ്ങനെയുള്ള സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടേത് പരീക്ഷാ ഭക്തിയാണെന്നും നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നതെന്നും മനസ്സിലാക്കും. കുറ്റം കണ്ടുപിടിക്കാനാണോ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ദൈവദാസന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നോ? ബൈബിളിലെ കുറ്റം കണ്ടുപിടിക്കാനാണോ വരുന്നത്? ഇവിടെ എത്ര പേരാണ് വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്? ദൈവവചനം എന്താണ് പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? മീറ്റിംഗിൽ എത്ര ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9. അമ്മേ, എന്തിനു വേണ്ടിയാണ് ഈ ദൈവദാസൻ ഇത്ര ലൈറ്റുകൾ ഇട്ടിട്ട് പണം വേസ്റ്റ് ചെയ്യുന്നത്? ഇത്ര ലൈറ്റുകൾ എന്തിനാണ്? ഈ കളർ ബൾബ്സ് എന്തിനാണ്? ദൈവത്തിന്റെ പണം ദൂർത്തടിക്കുകയാണോ? നീ എത്ര രൂപയാണ് കൊടുത്തത്? കൊടുത്തില്ലെന്ന് വിചാരിച്ചോ? എന്റെ കാര്യത്തിൽ നീ എന്തിനാണ് ചോദിക്കുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, TV പ്രോഗ്രാമുകൾ കൂട്ടിയിട്ട് പണം വാങ്ങുവാൻ വേണ്ടിയല്ല വെച്ചിരിക്കുന്നത്. ആരുടെ അടുക്കൽ നിന്ന് പണം വാങ്ങണം? എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ട് മാസം മാസം പണം വാങ്ങാനുള്ളതല്ല. അല്ല, ഞങ്ങൾക്കങ്ങനെയുള്ള ഉദ്ദേശമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് അത് മതി. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത് ആ സഭയിൽ നിങ്ങളുടെ ദശാംശം കൊടുത്ത് അവിടെ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ സഭയിലെ ദൈവദാസന് നിങ്ങൾ ബഹുമാനം കൊടുത്തിട്ട് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരായിട്ട് വിശ്വാസികളായി, നല്ല വിശ്വാസികളായി, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നേടുന്ന വിശ്വാസികളായി നിങ്ങൾ മുൻപോട്ട് പോയാൽ അത് മാത്രം ഞങ്ങൾക്ക് മതി. യേശുക്രിസ്തുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. എന്നിൽ കുറ്റം ആരോപിക്കുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്ന് കർത്താവ് വന്ന് ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല, ആരും ഒരു വാക്കും വേണ്ടിയില്ല. അവന്റെ മേൽ കുറ്റം വിധിച്ച് അന്ന് ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോൾ പീലാത്തോസ് അവനെ വിധിച്ചിട്ട് ഗവർണറായവൻ, ജഡ്ജി, ഫൈനൽ ചെയ്യാനിടയായി. എല്ലാം ചെയ്തിട്ട് അവസാനം എന്താണ് പറഞ്ഞത്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നതേയില്ല എന്ന് പറഞ്ഞിട്ട് കൈകൾ കഴുകാനിടയായി. ഹൃദയം കഴുകാതെ കൈകൾ മാത്രം കൈകൊണ്ട് പിന്നീട് അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ
പ്രവചനങ്ങൾ നിവർത്തിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. ഈ സഭയിൽ നിങ്ങൾ ഞങ്ങളെ നോക്കരുത്, നിങ്ങളെ തന്നെ നോക്കൂ. നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കൂ, നിങ്ങളെ തന്നെ പരിശോധിക്കൂ. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ്, താൽക്കാലികം. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കുറ്റം ആരോപിക്കുന്നതിനായി ഒരുക്കത്തോടുകൂടി അവർ കടന്നു വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒന്നും മിണ്ടാതെ നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു. തറയിലെന്തോ മണ്ണിൽ എഴുതിക്കൊണ്ടേയിരുന്നു. അവർ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ്, എന്തു ചെയ്യണം, ഈ സ്ത്രീ എന്ത് ചെയ്യണം, എന്തു പറയുന്നു എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ആവർത്തിച്ച് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ തല ഉയർത്തി നോക്കിയിട്ട് എന്തു പറഞ്ഞു? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ല് എറിയട്ടെ. ഒരുത്തൻ ആദ്യം കല്ലെറിയുക, ഒരുത്തൻ മതി ഏറ്റവും കുറഞ്ഞത്. എന്നിട്ട് പിന്നെയും കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടേയിരുന്നു. കർത്താവ് എഴുതുകയാണ്. ഹൃദയത്തെ അറിയുന്ന ദൈവം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കയ്യാൽ എഴുതപ്പെട്ടത്, എഴുതിയിരിക്കുന്നത് എന്താണ് പറയൂ? 10 കൽപ്പനകൾ. അത് മോശ എഴുതിയതല്ല, മനുഷ്യൻ എഴുതിയതല്ലത്, ദൈവം തന്നെ എഴുതിയതാണ്. നോക്കുക, പുറപ്പാട് പുസ്തകം അതിന്റെ 32-ാം അധ്യായം 16-ാം വാക്യം. ആ പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്തു ദൈവത്തിന്റെ എഴുത്തും ആയിരുന്നു. ദൈവത്തിന്റെ കയ്യാൽ എഴുതിയിരിക്കുന്ന 10 കൽപ്പനകൾ ആരും മാറ്റരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ഓരോന്നും പഠിപ്പിക്കുക. നിങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ആ കൽപ്പനകൾ നിങ്ങളുടെ ഭിത്തിയിൽ പതിപ്പിക്കുക. നിങ്ങളതിനെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുക. 10 കൽപ്പനകൾ ഞാൻ പറയുകയാണ്, മുഴുവൻ പറയുന്നില്ല, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുക, കേൾക്കൂ. 1, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നീ ദീർഘായുസ്സോടുകൂടി ഇരിക്കേണ്ടതിന് നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇതിൽ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന തെറ്റ് ചെയ്തുകൊണ്ടാണ് ആ സ്ത്രീയെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ വ്യഭിചാരം ചെയ്തില്ലായിരിക്കുമെന്നാൽ മോഷ്ടിച്ചവരുണ്ട് ആ കൂട്ടത്തിൽ. മോഷ്ടിച്ചില്ലായിരിക്കുമെന്നാൽ കൊലപാതകം ചെയ്ത പലരുമുണ്ട് അവിടെ. കൊലപാതകം ചെയ്തവരെല്ലായിരിക്കുമെന്നാൽ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരുണ്ട്. മാതാപിതാക്കൾക്ക് ആഹാരം കൊടുത്തില്ലെങ്കിലും ഞായറാഴ്ച സഭയിൽ പോകുന്നവരുണ്ട് അവിടെ. മാതാപിതാക്കളെ നീ ബഹുമാനിക്കുന്നില്ല എങ്കിൽ നീയും ദോഷമുള്ളവനാണ്, നീയും ഹീനനാണ്, നീയും പാപിയാണ്. ഇതെല്ലാം എഴുതിയിരിക്കുമ്പോൾ ആളുകൾ നോക്കുന്ന സമയത്ത് മൂത്തവരും ഇളയവരും ഓരോരുത്തരായി, അവിടെ ഒരു വാക്ക് പറയുന്നു, മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി ഓരോരുത്തരായി വിട്ടുപോയി. 8-ാം വാക്യം, പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടേയിരുന്നു. അവർ അത് കേട്ട്, ഒന്നാമത്തെ കാര്യം പറയുകയാണ്, അത് കേട്ടിട്ടു മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. എന്താണ് വിട്ടുപോയി? മൂത്തവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി നല്ല കല്ലുകളൊക്കെ കയ്യിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ വചനം അവനിൽ നിന്ന് കേട്ട സമയത്ത് അവരുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ? നിങ്ങളോടാ ചോദിച്ചത്. ചില ആളുകൾക്ക് ചത്തുപോയ മനസ്സാക്ഷിയായിരിക്കും, മനസ്സാക്ഷിയെ കാണില്ല. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പിതാവ് സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ അതൊരിക്കലും ഞാൻ വലിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചവനാണ്. അതിന് വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ കോളേജിൽ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ചെയ്യുന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഒരു സിഗരറ്റ് വലിക്കൂ. ചീച്ചി, ഞാൻ വലിക്കില്ലെന്ന് പറഞ്ഞു. എടേ, സിഗരറ്റ് വലിച്ചെങ്കിൽ നീ ഒരു പുരുഷനല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കോപമുണ്ടായി. എങ്കിൽ ശരി, ഇവരെ എങ്ങനെയെങ്കിലും സിഗരറ്റ് വലിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സുവിശേഷം അറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മാനസാന്തരം പ്രാപിച്ചിട്ടില്ല, എന്നാൽ മനസ്സാക്ഷി മാത്രമുണ്ട്. ആ കടയിൽ ചെന്നിട്ട് ആ ഒരു സിഗരറ്റ് തരൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എൻ്റെ കൈ സിഗരറ്റ് പിടിച്ചിട്ട് വിറയ്ക്കുന്നു. ചുണ്ടുകളിൽ വെച്ചപ്പോൾ ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. ആരാണ് പറയുന്നത്? മനസ്സാക്ഷി പറയുകയാണ്. ആദ്യം കള്ളം പറഞ്ഞ സമയത്ത് ഹൃദയം പട്ടോ 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 എന്നിടിക്കുന്നത് കാണാം. എന്നാൽ പിന്നീട് കള്ളം പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് അനുഭവം ഉണ്ടാകില്ല. വെള്ളം കുടിക്കുന്ന പോലെ കള്ളത്തരം പറയും. ആദ്യ സമയത്ത് കള്ളം പറയുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി നമുക്ക് വാണിംഗ് നൽകും.
അപ്പോൾ നീ അതിനെ കീഴ്പ്പെടുന്നില്ലെങ്കിൽ മനസ്സാക്ഷി അത് മരവിച്ചു പോകും, അത് ചത്തുപോകും. അനേകം ആളുകളുടെ മനസ്സാക്ഷി മരിച്ചു പോയിരിക്കുന്നു. അതിനെ അടച്ചുവെക്കും, അതിനെ കെടുത്തിക്കളയും. അതുകൊണ്ടാണ് പലപ്പോഴും പറയത്തില്ലേ നമ്മൾ, നിനക്ക് മനസ്സാക്ഷിയില്ലേ ദേഷ്യം വരുന്ന സമയത്ത്? നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? നിനക്ക് യാതൊരു തിരിച്ചറിവുമില്ലേ? മരവിച്ചുപോയ മനസ്സാക്ഷിയുള്ള അനേകം ആളുകളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനോട് പേടിയില്ല, തെറ്റ് ചെയ്യുവാൻ പേടിയില്ല. തെറ്റ് ചെയ്യും, എന്നിട്ട് പറയും, ഇനി ഒരിക്കലും ഞാൻ കുടിക്കത്തില്ല ദൈവമേ. പിന്നെ രാവിലെ എന്നിട്ട് പഴയ പണിക്ക് തന്നെ പോകും. എന്നിട്ട് കർത്താവ്, ഞാൻ ഇനിയും ഒരിക്കലും ഞാൻ കുടിക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ വെള്ളം തൊടുത്ത പോലും ഇല്ലെന്ന് പറയും. എന്നിട്ട് വീണ്ടും അങ്ങനെ തന്നെ പോകും. എന്താണ്? കർത്താവെ, ഞാൻ അറിയാതെ കുടിച്ചതാണ്, ഇനി ഞാൻ ഒരിക്കലും ഈ മദ്യം കൈകൊണ്ട് പോലും തൊടത്തില്ല. എന്നിട്ട് വീണ്ടും ആ പണിക്ക് തന്നെ പോകും. ഗ്രേസ് ആണ്, നിന്റെ കൃപയുണ്ടല്ലോ കർത്താവെ. വേദപുസ്തകം നല്ലവണ്ണം അറിയാം അവർക്ക്, വചനം നല്ലവണ്ണം അറിയാം. എന്നാൽ അവർക്ക് മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്ന മനസ്സാക്ഷിയാണ്. സൂക്ഷിക്കുക. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകാനിടയാകും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ നമുക്ക് SMS അയക്കാൻ പറ്റും, ദൈവദാസനെ വിളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ജീവിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കിയിട്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ പറയുമ്പോൾ കർത്താവ് മനസ്സലിവ് കാണിച്ച് നിന്നെ വിടുവിക്കും. നിനക്ക് അപകടം പറ്റിയിട്ട് നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണെങ്കിൽ നിനക്ക് പശ്ചാത്തപിക്കാൻ സമയമുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്? നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നാണ്. 30 വർഷം, 40 വർഷം, 50 വർഷം ദൈവം ശാന്തമായിട്ട്, നീ എത്ര പാപം ചെയ്തിട്ടും, നിന്നെ ഒന്നും ചെയ്യാതെ, നീ എത്ര അനുസരണം കെട്ട് ജീവിച്ചിട്ടും, ദുഷ്ടത പ്രവർത്തിച്ചിട്ടും, ദൈവം പോട്ടെ 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 പോട്ടെ, ഇനിയൊരു മീറ്റിംഗ് വന്നാൽ അവൻ മാറുമായിരിക്കും, ഇനിയൊരു ദിവസം അവൻ മാനസാന്തരപ്പെടുമായിരിക്കും, ഇനിയൊരു പ്രസംഗം കേട്ടാൽ അവൻ മാറുമായിരിക്കും, ഇനിയൊരു മീറ്റിംഗിൽ സംബന്ധിച്ചാൽ അവന് മാനസാന്തരം ഉണ്ടായിരിക്കും. എന്നിട്ടും നീ കേൾക്കുന്നില്ല എങ്കിൽ അവന്റെ കോപം എത്ര നേരമുണ്ടെന്നാണ്? ക്ഷണനേരത്തേക്ക് മാത്രമാണ്. ഒരു ക്ഷണം നമ്മെ ദൈവം വിട്ടുകളയുകയാണെങ്കിൽ നാം ശവമായി പോകാനിടയാകും. അങ്ങനെ അടിച്ചുവിട്ട് നേരെ പോവുകയാണ്. ഇത്രയും സ്പീഡിൽ ആരും ഓടിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്നൊരൊറ്റയിടിയാണ്, അത്രയേ ഉള്ളൂ. എവിടെയാണ് ഇപ്പോൾ? എവിടാ? ശവമായി കിടക്കുന്നു. കഷ്ണമായി മാറി. എത്ര യൗവനക്കാരാണ് ഈ നാളുകളിൽ അപകടത്തിൽപ്പെടുന്നത്? എത്ര പേരാണ് അപകടത്തിൽപ്പെട്ട് തൽക്ഷണം മരിച്ചു പോകുന്നത്? ഒരു അപകടമുണ്ടാകാൻ വേണ്ടി എത്ര സമയമെടുക്കും? അരമണിക്കൂർ എടുക്കുമോ? ഒറ്റ ഇടി മതി. ആ ഇടിക്കുന്ന സമയത്ത് തന്നെ കഥ കഴിയും. ദൈവം നമ്മെ കൈവിട്ടാൽ അയ്യോ, ഓരോ നിമിഷവും നമ്മെ കാക്കുന്നുണ്ട്. അവൻ നമ്മോട് ക്ഷമിക്കുകയാണ്, നമ്മെ സഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുന്നുണ്ടോ? മനസ്സാക്ഷി നിനക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ നീ പശ്ചാത്തപിക്കുന്നുണ്ടോ? ഇതുപോലെ മീറ്റിംഗ് നടക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത്, പാട്ടുപാടുന്ന സമയത്ത് നിന്റെ മനസ്സാക്ഷി എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. നിന്നെ അത് ഓർമ്മപ്പെടുത്തും, നിന്റെ തെറ്റുകൾ മനസ്സിലാക്കും. നിന്റെ മനസ്സാക്ഷി നിന്നോട് സംസാരിക്കും. നീ കീഴ്പ്പെട്ടാൽ അനുഗ്രഹമാണ്, അനുസരിച്ചാൽ നന്മയാണ്. നീ കഠിനപ്പെട്ടാൽ, നീ ഇറങ്ങിപ്പോയാൽ, മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വന്നു എന്നാണോ? ഓരോരുത്തരായി അവിടെ നിന്നും പോകാനിടയായി. എല്ലാവരും തിരിച്ചുപോയി. ഒരുവൻ മാത്രം അവശേഷിച്ചു. ആരാണവൻ? യേശുക്രിസ്തു മാത്രം. പാപമില്ലാത്തവൻ ആരാണ്? യേശു മാത്രമാണ്. ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്തവൻ. നാം എല്ലാവരും സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് ജനിച്ചത്. നമ്മൾ പാപം ചെയ്തില്ലെങ്കിലും ജന്മപാപം നമ്മിൽ ഉണ്ട്. പഴയ ആദാമിന്റെ സ്വഭാവം നമ്മിലുണ്ട്. എന്നാൽ യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിക്കപ്പെട്ടവനായകൊണ്ട് അവനിൽ ജന്മപാപം ഇല്ല. പാപമില്ലാത്തവൻ അവൻ മാത്രമാണ്. ഉയരത്തിൽ നിന്ന് വന്നവൻ അവൻ മാത്രം. പാപത്തെ വേർപെട്ട് ജീവിച്ചവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് അവന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ. അതുകൊണ്ട് അവന് മാത്രമേ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് അവൻ മാത്രമേ പാപികളായ നമ്മെ രക്ഷിക്കുകയും ചെയ്യൂ. അവൻ ഒരുവൻ മാത്രം അവശേഷിച്ചു. യേശു മാത്രം അവശേഷിച്ചു. ശരി, ഇനി ആരുണ്ട്? നടുവിൽ നിൽക്കുന്ന സ്ത്രീയും മാത്രം അവിടെ ശേഷിച്ചു. പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപി, ഭയങ്കര പാപിയായി പിടിക്കപ്പെട്ടു വന്ന ആ സ്ത്രീ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അവളെ കുറ്റം വിധിക്കാൻ വന്ന എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് അവൾക്കും ഓടിപ്പോകാമായിരുന്നല്ലോ. ഇതാ പാപമില്ലാത്ത ഒരുവൻ മാത്രമാണ്. അവൻ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യോഗ്യതയുള്ള ദൈവം ആണ്. ഞാൻ പാപിയാണ്, അവൻ പരിശുദ്ധനാണ്. ഞാൻ ദോഷിയാണ്, എൻ്റെ ദോഷങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യയാണ്. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. അതാണ് മാനസാന്തരം. അതാണ്
രക്ഷ. ഞാൻ പാപിയാണ്, അവൻ പരിശുദ്ധനാണ്. ഞാൻ ദോഷിയാണ്, അവൻ നിർദോഷിയാണ്. ഞാൻ അയോഗ്യനാണ്, അവൻ യോഗ്യനാണ്. ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, അവൻ ശിക്ഷ വിധിക്കാൻ യോഗ്യനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നിൽക്കുവാൻ കഴിയും. ആരാണോ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് ക്ഷമയാചിക്കുന്നത് അവർക്ക് ക്ഷമ ലഭിക്കാനിടയാകും. അവളവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത് നോക്കൂ, 10-ാം വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ പോയി? അപ്പോൾ വരെയും കർത്താവ് കുനിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും പോയപ്പോൾ തലയുയർത്തി നോക്കിയിട്ട്, സ്ത്രീയെ, സ്ത്രീയെ, സ്ത്രീയെ. സത്യത്തിൽ ആ വിളിക്ക് അവളുടെ ഹൃദയം തകർന്നു പോയിരുന്നിരിക്കാം. ആരാണെങ്കിലും, സ്വന്തം അമ്മയാണെങ്കിലും ഒരു വേശ്യയായ മകളെ മകളെ എന്ന് വിളിക്കുമോ? നാണം കെട്ടവളെ, എൻ്റെ വയറ്റിൽ വന്ന് തന്നെ നീ പിറന്നല്ലോ, ഞാൻ നാണം കെട്ടു പോവുകയാണ്, നിന്റെ അമ്മ എന്ന് വിളിക്കുന്നതിൽ ഞാൻ നാണം കെടുകയാണ്. അപ്പോൾ വരെ എല്ലാവരും വന്നിട്ട്, ഇവൾ വ്യഭിചാരി, കുടുംബം നശിപ്പിക്കുന്നവർ, ആളുകളെ നശിപ്പിക്കുന്നവർ, ഇവൾ നീചയാണ്, ഇവൾ ദുഷ്ടയാണ് എന്നുള്ള നാട്ടുകാരുടെ വാക്ക് കേട്ട് 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 അവരുടെ ചെവി മരവിച്ചുപോയി. തളർന്നു പോകുന്ന ഒരവസ്ഥ. അത്രമാത്രം വിഷമം, അത്ര സങ്കടം. എന്നാൽ കർത്താവ് എന്താണ് വിളിച്ചത്? മോളെ. അവൾക്കിനി ഒന്നും ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നു അവിടെ ഹൃദയം തുടിച്ച് നിറഞ്ഞു പോയെന്നിരിക്കാം. നന്ദി കൊണ്ട് എന്നെപ്പോലെ ദുഷ്ടിയായ ഒരു സ്ത്രീയെ, എന്നെപ്പോലെ നീചയായ ഒരു സ്ത്രീയെ, എന്നെപ്പോലെ ഒരു പാപിനിയെ ഇത്രമാത്രം സ്നേഹത്തോടെ വിളിക്കുകയാണോ യേശു? മകളെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുകയാണെന്നാണ് പറഞ്ഞത്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നിന്റെ ശിക്ഷ ഞാൻ വഹിക്കാം. നിന്റെ മുഖത്ത് തുപ്പുന്ന ആ തുപ്പലുകൾ എന്റെ മുഖത്ത് ഞാൻ വഹിക്കാം. നിന്നെ തെരുവിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് കല്ലെറിയുന്ന ആ ശിക്ഷ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ട് അടികളേറ്റിട്ട് ക്രൂശിൽ ഞാൻ വഹിക്കാം. നിന്റെ അപമാനത്തെ, നിന്റെ നിന്ദയെ ഞാൻ വഹിക്കാം. നീ പോകൂ, ഇനിയും നീ ഒരു പാപവും ചെയ്യരുത്. എത്ര വലിയ ദൈവമാണ് നിന്റെ ഈ യേശുക്രിസ്തു. നിന്നെ സ്നേഹിക്കുന്നവൻ. നിന്റെ ജീവിതത്തിൽ നീ എത്രത്തോളം പാപം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും, എത്ര ക്രൂരതയും ദുഷ്ടതയും ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും, എത്ര കഠിന ഹൃദയമുള്ളവനായാലും, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനായാലും, എത്ര വലിയ കുലപാതകനായാലും, എത്ര വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ദുഷ്കർമ്മം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഈ രാത്രി അവൻ നിന്നെ നോക്കിയിട്ട് ദുർമാർഗി നീ പോ എന്ന് പറയുന്നില്ല. മകനെ, മകളെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ നിന്നോട് ക്ഷമിക്കാം. നിന്റെ പാപങ്ങൾ ഞാൻ വഹിക്കാം. ഈ ദിവസം മുതൽ പാപം ചെയ്യരുത്, വിശുദ്ധിയോടുകൂടെ നീ ജീവിക്കുക. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ സാരാംശം. ക്രിസ്തീയ സഭയിൽ വരുന്നവർ വീണ്ടും വെളിയിൽ ചെന്ന് പാപം ചെയ്താൽ, വീണ്ടും വെളിയിൽ ചെന്ന് പഴയ ജീവിതം തുടർന്നാൽ, സഭയിൽ വരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണുള്ളത്? നീ ഇനിയും പോയിട്ട് പാപം ചെയ്യരുത്. മദ്യപാനിയാണെങ്കിൽ മദ്യപാനം ചെയ്യരുത്, വ്യഭിചാരിയാണെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്, കള്ളനാണെങ്കിൽ മോഷ്ടിക്കരുത്, വഞ്ചകനാണെങ്കിൽ നീ വഞ്ചിക്കരുത്. മാതാപിതാക്കളെ അവമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പശ്ചാത്തപിച്ച് അവരെ സ്നേഹിച്ച് ജീവിക്കുക. ഇന്ന് ദൈവം നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. നീ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിന്നോട് ക്ഷമിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. മകളെ, പോകൂ. ഇനിയും നീ ചെന്നിട്ട് പാപം ചെയ്യരുത്. ദയവ് ചെയ്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളെ നീ ഒന്ന് ദർശിക്കുമാറാകണമേ. ഞാൻ നല്ലവനാണ്, അവർ ശരിയല്ല, ഇവർ ശരിയല്ല എന്ന് പറയുന്നവരെ നീ ദർശിക്കണമേ. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കണ്ടിട്ട് അയ്യോ, ഞാനൊരു ദോഷിയാണ്, ഞാൻ പാപിയാകുന്നു, ഞാൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നേരുള്ളവനല്ല എന്ന് ഞങ്ങളുടെ അവസ്ഥയെ കണ്ടിട്ട് പശ്ചാത്തപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുകയാണ് ദൈവമേ. ദോഷങ്ങൾ ചെയ്തുകൊണ്ട്, പാപങ്ങൾ ചെയ്തുകൊണ്ട്, നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾ ഓരോരുത്തരും നയിച്ച് സമ്മതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പ് പ്രാപിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ആത്മസ്വരൂപിയെ ഞങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവേ, ഞങ്ങളെ നീ ദർശിക്കണമേ.
ഞങ്ങളുടെ പാപങ്ങൾ കാരണം നിന്ദയും അപമാനവും അനുഭവിച്ചുകൊണ്ട് ആശ്വാസം നഷ്ടപ്പെട്ടവരായി ജീവിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. എൻ്റെ മകനേ, എൻ്റെ പ്രിയ മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ പ്രാണം വെടിഞ്ഞത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മരിക്കേണ്ടി വന്നത് എന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കരുണ കാട്ടണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ യേശുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാം എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച യേശുവേ, നിന്റെ സാക്ഷികളെ ഞങ്ങൾ ജീവിക്കാമെന്ന് ഈ രാത്രി തീരുമാനമെടുക്കുകയാണ്. ഈ തീരുമാനത്തെ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളാൽ ഒന്നും കഴിയില്ല, ഞങ്ങളാൽ അത് കഴിയില്ല. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പാപത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞു പോകാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഈ കൂട്ടായ്മയിലുള്ള സകലർക്കും നീ സഹായിക്കുമാറാകണമേ. നീചമായതും ക്രൂരമായതുമായ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും, കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും, ഈ ദിവസം എല്ലാ വ്യക്തികളോടും നീ ക്ഷമിക്കണമേ. ഈ സഭയിലുള്ളത് എല്ലാവർക്കും യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, ഈ ലോകം വിട്ടുപോകുമ്പോൾ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ജീവിക്കാൻ സഹായിക്കണമെന്ന്, രോഗമുള്ളവർക്ക് നീ സൗഖ്യം കൊടുക്കണമെന്നും, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമെന്നും, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നും, കടഭാരമുള്ളവർക്ക് യഹോവ ഇരേ എന്ന വാഗ്ദത്തം അവർക്ക് കൊടുക്കണമെന്ന്, നിന്റെ അത്ഭുത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കണമെന്ന്, നിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുവാൻ ഇടയാക്കണമെന്നും, കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങളെല്ലാവരും എടുക്കപ്പെടുവാനും നിന്റെ രാജ്യത്തിൽ നിത്യമായി വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.